അച്ഛാമാരെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു കിടിലൻ ബഫറിനെ പിടിച്ചിട്ടുണ്ട്. കരിമീൻ പൊതല്ല രണ്ട് സുന്ദരക്കുട്ടൻ ഞണ്ടിനെ കിട്ടി. ഹലോ ഗൈസ്, ഇന്ന് മീൻ പിടിക്കാൻ എത്തിയിട്ടുള്ളത് തേങ്ങാപട്ടണം ഹാർബറിലാണ്. അതിമനോഹരമായ ഹാർബറിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് മീൻ പിടിക്കാം. നമ്മളെന്നും ഇരുമയ്യൻതുറയിലാണ് പോകുന്നത്, പക്ഷേ ഇന്ന് തേങ്ങാപട്ടണം ഹാർബറിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം വലയെറിയാൻ പോവുകയാണ്. അപ്പോൾ അതിമനോഹരമായിട്ടായിരിക്കും വലയെറിയുന്നത്. അതാ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, വളരെ മനോഹരമായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വലയിൽ എന്തെങ്കിലും മീൻ കിട്ടിയോ നോക്കാം. ഗായ്സ്, രാത്രിയുടെ മീൻപിടുത്തം ആരംഭിക്കുകയാണ്. കുടക്കൊണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ച് കറക്കി പിടിച്ച് വല അടിപ്പിക്കുകയാണ്. മീനുണ്ട്. ഓ ഗൈസ്, പെട്ടു എന്നാണ് തോന്നുന്നത്. എന്താണ് അവസ്ഥ എന്നറിയില്ല. മീനുണ്ട് എന്തായാലും വലയിൽ. മീൻ കിട്ടും. കണ്ട പൂലാവ് ചെറുത് അങ്ങ് താഴെ ഇറങ്ങിപ്പോയി വരണം. മീൻ വല നിറച്ച് മീനാണ്. കാരാപൂലാവ് ഗായ്സ്, വല നിറച്ച് മീനാണ്. എടുത്തോ അയ്യോ, ഒരു പൂലാവ് താ വീഴുന്നു. ഗായ്സ്, ഒരു പൂലാവ് താ വീഴുന്നു കേട്ടാ. ഇല്ല, രണ്ടെണ്ണം. പൂലാവല്ല കേട്ടോ, കരിമീൻ പൊതല്ല രണ്ട്. ഒരു ജോഡി കരിമീൻ, വിരിയോട്ട് 3. അപ്പോഴിനി ഒന്നുകൂടെ കിട്ടിയാലേ 4 ആവും. അത് വെളിയിൽ കിടക്കണം, എടുത്ത് അകത്തിടും. ചാട വന്ന് ചാടി താഴെ പോയി. അങ്ങ് പോട്ട്. യെസ്, അടുത്ത കരിമീൻ. இன்ஜின் அப்படியே நம்ம கறக்குதாக இந்த இன்ஜின் கறந்து கொடுக்கல. அதாவது ഇവിടെ കളവ് വെച്ചില്ല. അപ്പോൾ ഗായ്സ്, അതിമനോഹരമായിട്ട് അടുത്ത വല താങ്ങിയിട്ടുണ്ട്. നോക്കാം മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ആദ്യത്തെ വലയിൽ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. തേങ്ങാപട്ടണം ഹാർബറിൻ്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. എല്ലാം ക്യാമറയിൽ ഒപ്പിയിട്ടുണ്ട്, എല്ലാം വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഗൈസ്, മീനുണ്ടെന്നാണ് തോന്നുന്നത്. എന്തോ ഒരു മീൻ ഇവിടെ നിന്ന് വലയെടുത്തപ്പം താഴെ പോയി. അപ്പോൾ വേറെ മീനുകളൊന്നും ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിമനോഹരമായിട്ട് മീനും പിടിച്ച് വരുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇരുമയ്യൻതുറയിൽ എറിയുന്നത് പോലെയല്ല തേങ്ങാപട്ടണം ഹാർബറിൽ എറിയാൻ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്, പക്ഷേ വലയെറിയാൻ സ്ഥലം കുറവാണ് ഇവിടെ. കാഴ്ചകൾ കാണാം, മീൻ പിടിക്കാം. പക്ഷേ ഇന്നിവിടെ വന്നിട്ട് ഒരു മീൻ പോലും കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റൂ, മീൻ പിടിക്കാൻ പറ്റില്ല കേട്ടോ. മീനൊന്നും കിട്ടുന്നില്ല ഇവിടെ നിന്ന്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ നിന്ന് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്.
അതിനെ പയ്യെ നമുക്ക് റിലീസ് ചെയ്യാം. ഇന്ന് കിട്ടിയ കന്നി മീനാണ്. അപ്പോൾ അതിനെ നമുക്ക് റിലീസ് ചെയ്യാം. പാവം, അതിനൊരു സന്തോഷമായിക്കോട്ടെ. ഓ ഗൈസ്, മീൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ചുമ്മാ ഒരു വല ഇറങ്ങി നോക്കാം. ഓ, വളരെ ഭംഗിയായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ വലയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഗൈസ്, നല്ല താഴ്ചയുണ്ട് ഇവിടെ. നല്ല താഴ്ചയുണ്ട്. പക്ഷേ മീന് ഇനി അടുത്ത വെള്ളിയാഴ്ച വരാനാണ് പറയുന്നത്. ഇന്ന് ശനിയാഴ്ച ആയിപ്പോയി. അതുകൊണ്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച ഇന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിമനോഹരമായിട്ടുള്ളത് താന്ന് പോകുന്നു. ഇവിടെ വലിയ താഴ്ചയില്ലല്ലേ? താന്ന് പോകുന്നുണ്ട് ഗൈസ്. മീനുണ്ട് മീനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴില്ല എന്നാണ് പറഞ്ഞത്. ആ മീനെല്ലാം അങ്ങ് കളഞ്ഞേ. നിറച്ച് മീനുണ്ട്, പക്ഷെ നമ്മളൊന്നും എടുക്കുന്നില്ല. പൂല അവിടെ കണ്ടോ, വല നിറച്ച് മീനാണ്. മച്ചാമാരെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു കിടിലൻ ബഫറിനെ പിടിച്ചിട്ടുണ്ട്. ഇവ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ബഫറാണ്. അപ്പോൾ ബഫർ കാണാത്തവർക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു. നമ്മളെ ചാനലിൽ സ്ഥിരം വീഡിയോ വെള്ളം തെറിപ്പിക്കാടാ, ചീറ്റിക്കാടാ, എത്ര നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടാക്കണ്ട. എടാ, വളരെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവനൊരു പ്രത്യേകതയുണ്ട്. ഈ മുള്ളു കൊണ്ട ഒന്നും ചെയ്യൂല. നമ്മൾ അറുത്ത് മുറിച്ച് കഴിച്ചാൽ മാത്രമേ വിഷയമുള്ളൂ. അറിയാവുന്നവർക്ക് നല്ല രീതിക്ക് പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതല്ല. ഓ, ഇതല്ലേ അത്? ഇതും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞൂടെ. മുള്ളൊക്കെ കുത്തി വലയിലിരിക്കുകയാണ്. അപ്പോൾ സാവധാനം വല എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽ കാണിച്ചു തരാമേ. ഗെയ്സ്, നമുക്കിന്ന് 8ൻ്റെ പണി വന്നു. അല്ലെങ്കിൽ തലഭാഗം ആണ് പുറത്തിരിക്കുന്നത്, നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇന്നത്തേതിൽ തല അങ്ങ് അകത്തായിപ്പോയി. അതുകൊണ്ട് ഓരോ മുള്ളിൽ നിന്ന് മുള്ളു ബൈ മുള്ളായിട്ട് ഇളക്കി എടുക്കേണ്ട ഗതികേടായിപ്പോയി ഗെയ്സ്. അപ്പോൾ പഫർ കാണാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കിടില ഒരു കിണ്ണം കാച്ചി പഫർ. കണ്ടാ, ഗൈസ് ഇളവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണേൽ ഉരുട്ടി അങ്ങിടാം. ഓ, പന്ത് ചുരുക്കുന്നുണ്ട് ഗൈസ്, പന്ത് ചുരുക്കുന്നുണ്ട് കേട്ടല്ലോ. അവൻ ചുരുങ്ങിപ്പോവേണേ. വീണ്ടും പെരുവുന്നുണ്ട്. പെരുവിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ ഉരുട്ടി വിടാം. മുള്ളു കൊണ്ട പ്രശ്നക്കാരനാണ്, അതുകൊണ്ട് പയ്യെ ഉരുട്ടി വിടാം. ഇങ്ങോട്ട് കാലുകൊണ്ട് പറത്തി വിടാം. അല്ലെങ്കിൽ പോടാ വെള്ളത്തിൽ, പോടാ വെള്ളത്തിൽ. ഇനി അവൻ കുറേ സമയം എടുക്കും കേട്ടാ. നമ്മളവനെ കുളിപ്പിച്ചു കൊടുക്കുകയാണ് ഗൈസ്, കുളിപ്പിച്ചു കൊടുക്കുകയാണ്. ശരീരമാക്കി അവനെ കുളിപ്പിച്ചു വിടുകയാണ്. അപ്പോൾ ശരി, നീ ഇപ്പോൾ വെളുപ്പിച്ചു. അപ്പോഴിനി അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് അവൻ റിലീസാവട്ടെ. ഓ ഗൈസ്, അവനൊന്ന് റിലീസായതാണ്. വീണ്ടും കരയിൽ തട്ടിയപ്പോൾ വീണ്ടും കയറി പെരുവിട്ടുണ്ട് ഗൈസ്. റിലീസ് കുറച്ചായതാണ്. റിലീസ് ആവുന്നുണ്ട് ഗൈസ്, ആവുന്നുണ്ട്. അയ്യോ റിലീസ് ആവുന്നുണ്ട് ഗൈസ്. വീണ്ടും പെരുവുന്നുണ്ട്. 15 മിനിറ്റാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഒരു റിലീസിങ് വീഡിയോ എടുക്കാൻ. ഗൈസ് റിലീസ് ആവുന്നുണ്ട് ഗൈസ്, കണ്ടല്ലോ.
റിലീസാവുന്നുണ്ട്. ഇനി പെരുവാനാണ് സാധ്യത. അവൻ്റെ ആ പടക്കം അനുസരിച്ച് പെരുവണം. ഓ വീണ്ടും പെരുവി. ഓ ഇടയ്ക്ക് ഇത്തിരി എണീറ്റ് പോടായി. നമ്മൾ കുറേ നേരം കൊണ്ട് നിന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരയിൽ കിടന്ന് ചാവ്. എല്ലാവരും എന്തിനു പറയാൻ ഇവിടെ റിലീസായി പോടാ. റിലീസായി പോടാ. ഇപ്പം റിലീസാവും കേട്ടോ. വാലൊക്കെ അനക്കി തുടങ്ങി. അയ്യോ മുള്ളിൽ തട്ടല്ലേ, കരയിൽ തട്ടല്ലേ. ശാലം കൂടെ ഇറങ്ങ്. ഇപ്പം ഇറങ്ങിയാൽ റിലീസായി പോവും. അതാ റിലീസായി ഗൈസ് കണ്ടല്ല. റിലീസായി. അതാ ചെക്ക ഉഷാറായതാ പോണ്. കണ്ടാ ഉഷാറായി പോയി. സുന്ദരക്കുട്ടൻ ഞണ്ടിനെ കിട്ടി കണ്ടല്ലോ. നീ ഇറങ്ങിപ്പോയിക്കോളണം. നമുക്ക് ഇതിനെ പിടിക്കാൻ സമയമില്ല.